ഹായ് നമസ്കാരം, എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണ് ഹീറ്റാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനുള്ള സൊല്യൂഷൻസ് എന്താണ്, എത്തരത്തിലാണ് നമ്മുടെ ഫോൺ ചൂടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫോണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉപയോഗിക്കുന്ന ഫോണ് പലപ്പോഴായിട്ട് ചൂടാവാറുണ്ട്. നമ്മുടെ പോക്കറ്റിൽ കിടന്ന് ചൂടാവാറുണ്ട്, ഫോൺ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും ചൂടാവാറുണ്ട്, പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ ചൂടാവാറുണ്ട്, ചില സമയത്ത് ഫോൺ ചെയ്യുമ്പോഴടക്കം ചൂടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ചൂടാവുന്നത്, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അതിന് അങ്ങനെ ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എനിക്കറിയാം, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലരും ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത കാര്യമാണിത്. പല സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ ഇപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങിയിട്ട് ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോൺ വാങ്ങിക്കേണ്ടത് ഭയങ്കര ചൂടാണ്, ചാർജ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്, ഓവർ ഹീറ്റ് ആവുകയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ഞാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എപ്പോഴും അനുഭവിക്കാറുണ്ട്. എന്നാൽ പിന്നെ അതെന്താണെന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ഫോണുകൾ ചൂടാവുന്നത് എന്ന് നോക്കാം. രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും നമ്മുടെ ഫോണുകൾ ചൂടാവുന്നത്. ആദ്യത്തേത്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മുകൾ ഭാഗം, ഈ സൈഡ് ചൂടാവുന്നു. രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അതായത് നമ്മുടെ ഈ ഫോണിനകത്ത് ഈ സൈഡിൽ നിങ്ങൾ കാണുന്ന മുകൾ ഭാഗത്തുള്ള സൈഡിനകത്ത് ഈ ഫോണിൻ്റെ GPU, അതുപോലെ SOC, അതുപോലെ പ്രോസസ്സർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ടിയർ ഡൗൺ സാധനങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മുടെ ഫോൺ പൊളിച്ച് വെച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുക്കുന്ന പലതരത്തിലുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഭാഗങ്ങളിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോസസ്സറും സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഈ ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മുടെ ഫോൺ ചൂടാവാനുള്ള സാധ്യതകൾ. ഒന്ന്, ഈ ഭാഗം, നമ്മുടെ പ്രോസസ്സറും SOC ഒക്കെ ഇരിക്കുന്ന ഭാഗം. രണ്ട്, ഈ പറഞ്ഞ ഭാഗം, ഈ ഭാഗത്ത് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നു. അപ്പോൾ ബാറ്ററി ചൂടാകുമ്പോൾ ഫോണിൻ്റെ താഴ്ഭാഗവും, ബാക്കിയുള്ള സമയങ്ങളിൽ പ്രോസസ്സറും ബാക്കിയുള്ള അനുബന്ധ സാധനങ്ങളൊക്കെ ചൂടാകുമ്പോൾ അത് ഫോണിൻ്റെ മുകൾ ഭാഗമാണ് ചൂടാവുക. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഫോണിൻ്റെ പാനൽ, അതായത് ഡിസ്പ്ലേ പാനലും എപ്പോഴും ചൂടാവാറൊക്കെ ഉണ്ട്. ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ഫോൺ ചൂടാവാനുള്ള റീസൺസ് നോക്കാം. ഒന്ന്, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന ബാറ്ററി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ചാർജർ. അതായത് ഇപ്പോൾ നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടുന്ന ചാർജർ ആയിരിക്കില്ല നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഫോണിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു വോൾട്ടിലായിരിക്കില്ല ഇതിൻ്റെ ആ ബാറ്ററിയുടെ സപ്ലൈ. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന കേബിള്, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻസ്. അതായത് ഇപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് നമ്മുടെ ബാറ്ററി സംബന്ധമായിട്ടുള്ള കുറേ മിത്തുകളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എത്ര സമയത്ത് പുതിയൊരു ഫോൺ വാങ്ങിയാൽ ചാർജ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി ഈ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ ഇവിടെ എവിടെയോ കാണുന്ന ഒരു ഐ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ വീഡിയോ പോയി കാണാം. ഇത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. സോ അപ്ലിക്കേഷൻസുകൾ, അതായത് നിങ്ങളുടെ ഫോണിനെ ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആക്കുക, ബാറ്ററി ബൂസ്റ്റർ, അത്തരത്തിലുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ ഇടുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെ ഹീറ്റ് കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം എന്താ വെച്ചാൽ, ഈ ഫോണിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ അതിന് ചെയ്യുന്നത്. അത് അപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഹാർഡ്വെയർ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളല്ല. ഇതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. അതായത് ഭയങ്കര ചൂടായിട്ടുള്ള എൻവയോൺമെൻറ്റ്. നമ്മുടെ ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളത് നിങ്ങളുടെ ഫോൺ ചൂടാവാനുള്ള കാരണമാവും. നിങ്ങൾ ഭയങ്കര വെയിലത്താണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെങ്കിൽ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേണ്ട, നിങ്ങൾ 4G നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ 4G നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാണ് പുറത്തെങ്കിൽ, നിങ്ങൾ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉറപ്പായിട്ടും ചൂടാവും. അതാ കാര്യം. ആ ഫോൺ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പുറത്ത് ടെമ്പറേച്ചർ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റാവും. ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ 4Gയിൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഫോൺ ഓവർ ഹീറ്റ് ആവും, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ ഫോൺ ഓവർ ഹീറ്റ് ആകുമ്പോൾ അപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഫോൺ ചൂടാവുക എന്ന് പറയുമ്പോൾ അതിന് വേറൊരു റീസൺ നിങ്ങൾ ഉപയോഗിക്കുന്ന കേസാണ്. ഇപ്പോൾ കേസ് മീൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന കവറ്. അപ്പോൾ ഞാൻ സാധാരണ ഈ സാധനം ഇട്ടിട്ടാണ് ഉപയോഗിക്കാറില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ഹീറ്റാവും. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇതിനുള്ള ബാറ്ററി ഹീറ്റാവും, അതുപോലെ GPU, CPU, SOC ഈ ഭാഗം ചൂടാവും. ഈ ചൂടാവുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ ചൂട് പുറത്തേക്ക് തള്ളും, അതായത് പുറത്തേക്ക് ചൂട് കളയും. ഇപ്പം നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ഇതൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണും, അല്ലേ? അതിൽ ഒരു ഇലക്ട്രോണിക് ഐറ്റമാണ്. അപ്പോൾ ഈ രണ്ട് ഡിവൈസിനകത്തും ചൂട് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയുള്ള മെഷീൻ വെച്ചിട്ടുണ്ട്, അല്ലേ? ഒരു കുഞ്ഞു ഫാൻ നിങ്ങളൊക്കെ കണ്ടു കാണും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫെസിലിറ്റി നമ്മുടെ ഫോണിനകത്തില്ല. എന്നാലും
ഈ ചൂട് പുറത്തേക്ക് തള്ളുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് എന്തായാലും. അത് ഫോണിൻ്റെ ഗ്ലാസ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തലത്തിൽ പുറത്തേക്ക് തള്ളുന്ന ആ സമയത്ത് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കവർ ഉണ്ടല്ലോ, ഈ കവർ ഈ ചൂടിനെ അവിടെ നിലനിർത്തും അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ ഫോൺ ഓവർ ഹീറ്റ് ആവും. ആ ചൂട് നിങ്ങളെ ഫോണിൻ്റെ ഡിസ്പ്ലേ പാനലിലേക്ക് ഈ പറഞ്ഞ ചൂട് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ PUBG കളിക്കുമ്പോൾ ഭയങ്കര ചൂടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര ചൂടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫോണിൻ്റെ കേസ് ഊരിയ ശേഷം ഗെയിം കളിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് ചൂട് വരും, എന്നാലും കുഴപ്പമില്ല, ഈ ഹീറ്റ് പുറത്തേക്ക് തള്ളുന്നുണ്ടെന്നുള്ള ഒരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് വേറൊരു റീസൺ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഡിസ്പ്ലേ ആണ് ചൂടാവുന്നെങ്കിൽ, ഈ പറഞ്ഞ കോമ്പോണൻസ് ഒന്നും ചൂടാവാതെ നിങ്ങളുടെ ഡിസ്പ്ലേ ആണ് ചൂടാവുന്നെങ്കിൽ അത് നിങ്ങളുടെ ഡിസ്പ്ലേക്ക് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങളെ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ കാണിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ LCD ഈ പാനൽ ഭയങ്കരമായിട്ട് ചൂടാവുന്ന സമയമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ബ്രൈറ്റ്നസ് കുറച്ചിടുക. അത് നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് നിങ്ങൾ കുറച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പലരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, ഫോൺ ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക, തണുത്ത തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുക, അതുപോലെ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. അതായത് ഈ IP റേറ്റിംഗ് ഒക്കെ ഉള്ള ഫോണുകളായിരിക്കും പറയുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞായിട്ടും ചില കമ്മ്യൂണിറ്റി പേജുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞായിട്ട് ഞാനിങ്ങനെ ഫോൺ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കുറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് മഹാമണ്ടത്തരമാണ്. കാര്യം നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ സാധനം കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ ഹാർഡ്വെയറിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് നിങ്ങളെ ഹാർഡ്വെയറിനെ കേടുവരുത്താൻ വലിയ രീതിയിലുള്ള റീസണായി മാറുകയും ചെയ്യും. ഇനി നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻസിലേക്കാണ് പോകുന്നത്. എന്തൊക്കെ സൊല്യൂഷൻസാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾക്കൊക്കെ ഉള്ളതെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഭാഗത്ത് വരുന്ന ചൂടാണെങ്കിൽ അത് നിങ്ങൾ പ്രശ്നം അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലുള്ള ഈ മുകളിലും താഴെയുമായിട്ടുള്ള ഹീറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ഡിവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് തെർമൽ ത്രോട്ടണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകും. അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ ഓവർ ഹീറ്റ് തടയാൻ വേണ്ടി ഫോണിൻ്റെ പെർഫോമൻസ് കുറയ്ക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ PUBG കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ലാഗായിട്ടൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിൻ്റെ ബാക്കിൽ നടക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ മോൾ ഭാഗത്ത് നടക്കുന്ന CPU അല്ലെങ്കിൽ പ്രോസസ്സർ, GPU അല്ലെങ്കിൽ നിങ്ങളെ പ്രോസസ്സർ SoC ഈ ഭാഗങ്ങളിൽ നടക്കുന്ന ചൂട് നല്ലതാണ്. അത് പുറന്തള്ളാൻ വേണ്ടി നിങ്ങളെ ഫോണിൻ്റെ കേസ് ഊരി വെച്ചതിന് ശേഷം പലപ്പോഴായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളെ ഫോൺ ഓവർ ഹീറ്റ് ആകുന്നത് തടയുകയും ചെയ്യാം. നിങ്ങളെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയാത്ത രീതിയിൽ നിങ്ങൾക്ക് ഗെയിം ആകും. ഇനിയിപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞപ്പോൾ ഗെയിമിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഫോൺ ചൂടാവുന്നത്? ഒന്ന്, നിങ്ങളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയർ നിങ്ങൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിലെന്തോ ഒരു ബഗ് വന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ അത് ശരിയാവും. അല്ലെങ്കിൽ നിങ്ങളെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കാണിക്കുക നിങ്ങളുടെ സോഫ്റ്റ്വെയർ എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ്വെയറിന് എന്തോ പ്രശ്നമുണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് അല്ലെങ്കിൽ മോൾ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഒന്നുമില്ല, വെറുതെ ഫോൺ വയ്ക്കുമ്പോൾ തന്നെ ചൂടാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിം കളിക്കുമ്പോഴൊന്നും അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ ചൂടാവുകയാണ്, നിങ്ങളെ ടെമ്പറേച്ചർ ഭയങ്കര കൂൾ ആയിട്ടുള്ള ഭയങ്കര തണുത്തൊരു ടെമ്പറേച്ചർ ആണെങ്കിൽ, ഇവിടുത്തെ പോലെ ഭയങ്കര ചൂടല്ലാത്തൊരു ടെമ്പറേച്ചർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോണിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണിക്കുക, നിങ്ങളെ സർവീസ് സെൻ്ററിൽ കാണിക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആപ്പുകൾ ഒരേ സമയം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ഒരുപാട് ആപ്പുകൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഗെയിംസ് അല്ലാതെ. അപ്പോൾ അത്തരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി വല്ലാതെ ഫോൺ ചൂടാവുകയാണെങ്കിൽ, വെറുതെ ഇരുന്ന് ചൂടാണ്, നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഫോണ് ബാറ്ററി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും, അതൊക്കെ ക്ലോസ് ആയി പോകും. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഒരു പരിധി വരെ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നടക്കാതെ വരും, ഫോണിൻ്റെ ചൂടാവുന്നത് കുറയുകയും ചെയ്യും. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സർവീസ് സെൻ്ററിൽ കാണിക്കുക, നിങ്ങളുടെ ഹാർഡ്വെയറിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിന് എന്തായാലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ഫോൺ ഓവർ ഹീറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതല്ലാതെ നിങ്ങളെ ഫോണുകൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ചൂടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് എടുക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റിൽ അതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അത് ഉപകാരമായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കുന്ന കുഞ്ഞു ട്രിക്കുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ ഫോണുകളിലും അവരുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലോസ് ആവും. അതുപോലെ തന്നെ ഞാൻ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യും. ചില ഭയങ്കര റെയർ ആയിട്ടുള്ള കേസുകളിൽ പെട്ടെന്ന് ചാർജ് ആകാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോൺ എയ്റോപ്ലെയിൻ മോഡിലാക്കിയിട്ടാണ് ചാർജ് ചെയ്യാറുള്ളത്. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാറൊന്നുമില്ല. പിന്നെ ചൂട് വല്ലാതെ കൂടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഫോൺ ചാർജ് ചെയ്യാറില്ല. അത് ഭയങ്കര ഉച്ച സമയത്തും ഭയങ്കര ചൂടുള്ള സമയത്ത് ഞാൻ പൊതുവെ ചാർജ് ചെയ്യാറില്ല. അങ്ങനെ ആകുമ്പോൾ ഫോൺ ഭയങ്കര ഹീറ്റാവും. ഇപ്പോൾ നമുക്കിവിടെ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഹീറ്റായിട്ട് തോന്നാറൊക്കെ ഉണ്ട്. പിന്നെ പബ്ജി ചില സമയത്തൊക്കെ പബ്ജി കളിക്കാറുണ്ട്. അപ്പോൾ പബ്ജി കളിച്ച് ഭയങ്കര ഫോൺ ഹീറ്റ് ആവുന്ന സമയത്ത് ഞാനൊന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചൊന്ന് ഓൺ ചെയ്ത് ഇൻ്റർനെറ്റെല്ലാം ഓഫ് ചെയ്ത് വെക്കാറാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഫോൺ ഓവർ ഹീറ്റ് ആവുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി, ഏതൊക്കെ തരത്തിലാണ് ഓവർ ഹീറ്റ് ആവുന്നതെന്ന് കണ്ടുപിടിച്ചു, അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഏകദേശം കണ്ടുപിടിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയുന്നതായിരിക്കും. പക്ഷേ നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ചെറിയ കാര്യങ്ങളാണ് ഈ റീസ്റ്റാർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡിഫറൻസ് നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. ഉറപ്പായിട്ടും ഇതൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നതിന് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. പിന്നെ ബ്രാൻഡഡ് സാധനങ്ങൾ, ആക്സസറീസ് മാത്രം ഉപയോഗിക്കുക. എന്ന് വെച്ച് ഭയങ്കര വില കൂടി സാധനങ്ങളല്ല, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഓൺലൈനായിട്ടും നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ചാർജർ, അതിൻ്റെ കേബിള്, ഫോണിൻ്റെ കേസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ നിങ്ങൾ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ സൊല്യൂഷൻസും കാരണങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ വരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ ഉണ്ടാവും, ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാവും. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ കണ്ട് ഈ ഓവർ ഹീറ്റിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ സോൾവ് ചെയ്യാൻ പറ്റട്ടെ, ആരുടെയും ഫോൺ ചൂടാവാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആശിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.